എന്നാൽ മുസ്ലിം ഒരു പ്രബോധകൻ എന്നുള്ള നിലക്ക് അയാൾക്ക് ശത്രുക്കളില്ല, അയാൾക്ക് പ്രബോധിതരയുള്ളൂ. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാമിനോട് ശത്രുത പ്രഖ്യാപിച്ച ആളുകളിൽ ആ ആളുകളുമായി നടന്ന പോരാട്ടം, ആ പോരാട്ടത്തിൽ എടുത്തു പറയാൻ കഴിയുന്ന ഒന്നാമത്തെ പോരാട്ടം ഏതാ? നിങ്ങൾ പറ. ബദർ യുദ്ധമുണ്ടാകാൻ കാരണമായ തലച്ചോറ് ആരുടേതാ? അബൂ സുഫിയാന്റേത്. അബൂജഹലല്ല, അബൂജഹൽ കണ്ട് പേരാണ്. അബൂ സുഫിയാനാണ് കച്ചവടമാർക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് വിട്ടത്. അബൂ സുഫിയാന്റെ പേര് കേൾക്കുമ്പോ ലോകത്തുള്ള മുസ്ലിങ്ങൾ മുഴുവനും റളിയല്ലാഹു അൻഹു എന്ന് ചെല്ലണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം, അല്ലേ? അതാണ് ഇസ്ലാമിക നിയമം. ആ നിയമം എന്തുകൊണ്ടാണ്? സ്ഥിരം ശത്രുവാണ്, ആൾക്ക് ശത്രുതയാണ്. അങ്ങനെയാണെങ്കിൽ അതുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുമ്പോഴേക്ക് നമുക്ക് ഗദ്ഗദത്തോടു കൂടി മാത്രം ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഞാൻ അത് ഓർത്തപ്പോഴാണ് എൻ്റെ മനസ്സ് പ്രയാസപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് പൊട്ടിപ്പോയ, കാലുകളിൽ നിന്ന് ചോര ധാരധാരയായി ഒഴുകിയൊരു സംഭവമുണ്ട്. ആ സംഭവം ഒരു യുദ്ധമാണ്. ആ യുദ്ധം ഏതാണ്? ഉഹദ് യുദ്ധം, അല്ലേ? ഉഹദ് യുദ്ധം. ഉഹദ് യുദ്ധത്തിൽ ആദ്യം മുസ്ലിങ്ങൾ ജയിച്ചതാ. ഉഹദ് യുദ്ധത്തിൽ ആദ്യം മുസ്ലിങ്ങൾ ജയിച്ചതാ. പിന്നീട് പരാജയപ്പെടാനും ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം ഒരു തന്ത്രമാണ്, മുശ്രിക്കുകളുടെ തന്ത്രം. ആ തന്ത്രം ഒരാളുടെ തലച്ചോറിൻ്റെതായിരുന്നു. ആ തന്ത്രജ്ഞന്റെ പേര് ഖാലിദ് ഇബ്നു വലീദ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിന് മുറിവ് പറ്റുവാൻ മാത്രം ഗൂഢാലോചന നടത്തിയ ഖാലിദിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഇതാണ് ഇസ്ലാം. സ്ഥിരം ശത്രുത ആരോടാണ്? ആരോടുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയില്ലേ? റസൂലുള്ളാഹി ദുആ ചെയ്യാണ്. ഏറ്റവും കൂടുതൽ ശത്രുത കാണിച്ച മക്കയിൽ ആദ്യ കാലഘട്ടത്തിൽ രണ്ട് മനുഷ്യന്മാരാ. ഒന്ന് ഉമറാണ്, മറ്റൊന്ന് അബൂജഹലാണ്. റസൂലുള്ളാഹി ദുആ ചെയ്യുന്നത് ഈ രണ്ടാളുടെ ഒരാളുടെ കൈ കൊണ്ട് നീ പടച്ചോനെ ഈ ദീനിനെ സംരക്ഷിക്കണമെന്ന. അതാണ് റസൂലുള്ളാഹിയുടെ പ്രബോധകൻ. ഇന്ത്യയിലെ മുസ്ലിം അടിസ്ഥാനപരമായി പ്രബോധകനാണ്. ആ മുസ്ലിം അടിസ്ഥാനപരമായി പ്രബോധകനാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും, ഇപ്പറഞ്ഞ എല്ലാ വിഭാഗവും അടിസ്ഥാനപരമായി പ്രബോധിതരാണ്. പക്ഷേ അവർ ശത്രുത കാണിക്കുമ്പോൾ തീർച്ചയായും ശത്രുതയുണ്ടാകും. ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ആയുധമായിട്ട് വരുമ്പോൾ ആ ആയുധമായിട്ട് വരുന്ന ആളുകളെ തീർച്ചയായും പ്രതിരോധിക്കും, ഒരു സംശയമില്ല. അവിടെ ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രതിരോധം. അതാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ നമുക്കാരോടും സ്ഥിരമായ ശത്രുതയില്ല.